ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ്. നിത്യജീവിതത്തിൽ വളരെ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ചില സെൻറ്റൻസുകളാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ എന്താണ് വരാത്തത് എന്ന്. ഞാൻ അതിശയിക്കുന്നു എന്തിനാണ് അവൻ ജോലി കളഞ്ഞത്. നിനക്ക് മനസ്സിലാകില്ല അവൻ ഇത് എന്തിന് വാങ്ങി എന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ്. ഒന്ന്, എനിക്കറിയില്ല അല്ലെങ്കിൽ നിനക്കറിയില്ല, എനിക്ക് മനസ്സിലാകില്ല, മനസ്സിലാകുന്നില്ല, നിനക്ക് മനസ്സിലാകില്ല തുടങ്ങിയ ഭാഗവും തുടർന്ന് വരുന്ന ഒരു ചോദ്യരൂപവും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹീ ഡിഡിൻ കം. എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ എന്തുകൊണ്ട് വന്നില്ല. ഒന്നുകൂടെ പറയാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹീ ഡിഡിൻ കം. ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? സാധാരണ ചോദ്യത്തിൽ നമ്മൾ വൈ ഡിഡിൻ ഹീ കം എന്നാണ് പറയാറ്. ആ ചോദ്യത്തിന് മുമ്പ് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വേർഡ് ഓർഡറിൽ ഒരു ചെറിയ മാറ്റം വരുന്നു. വൈ ഡിഡിൻ ഹീ കം, വൈ ഹീ ഡിഡിൻ കം ആകുന്നു. അതായത് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ് പ്ലസ് സബ്ജക്റ്റ് ആണ് വരാറ്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വേർബ്. ഹെൽപ്പിംഗ് വേർബ് വരുന്നത് നെഗറ്റീവ് സെൻറ്റൻസുകളിൽ മാത്രമാണ്. അല്ലാത്തിടത്ത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വേർബിൻ്റെ സെക്കൻഡ് ഫോം. വ്യക്തമാക്കി തരാം. ഐ വണ്ടർ വൈ ഹീ അക്സെപ്റ്റഡ് ദിസ് ജോബ്. ഞാൻ അതിശയിക്കുന്നു അവൻ എന്തിന് ഈ ജോലി സ്വീകരിച്ചു. ചോദ്യമാണെങ്കിൽ ഇവിടെ വൈ ഡിഡ് ഹി അക്സെപ്റ്റ് ദ ജോബ് എന്ന് വന്നേനെ. ചോദ്യത്തിന് മുമ്പിൽ ഒരു സെൻറ്റൻസ് ഉള്ളത് കൊണ്ട് വൈ ഹി അക്സെപ്റ്റഡ് ആയി. ഇതാണ് ഞാൻ പറഞ്ഞത്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്റ്റ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്, സംഗതി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ. ഇനി ഒരു ഉദാഹരണം. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹീ ബോട്ട് ഇറ്റ്. നിനക്ക് മനസ്സിലാകില്ല അവൻ അത് എന്തിന് വാങ്ങി എന്ന്. ഇവിടെയും ശ്രദ്ധിച്ചോ, വൈ ഹീ ബോട്ട് ഇറ്റ് ആണ് പറഞ്ഞത്. അതേസമയം ഇത് ചോദ്യരൂപം മാത്രമാണെങ്കിൽ വൈ ഡിഡ് ഹീ ബൈ എന്നാണ് വരേണ്ടത്. ഇനി ഒരെണ്ണം. ഐ ഹാവ് നോ ഐഡിയ വൈ ഹീ ഈസ് ഗെറ്റിംഗ് ലേറ്റ്. വൈ ഹീ ഈസ് ഗെറ്റിംഗ് ലേറ്റ് എന്നാണ് പറഞ്ഞത്. അതേസമയം ചോദ്യം മാത്രമാണെങ്കിൽ വൈ ഈസ് ഹീ ഗെറ്റിംഗ് ലേറ്റ് ആയിരിക്കും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹി ക്യാൻ പാസ് ദി എക്സാം. അവന് പരീക്ഷയിൽ എങ്ങനെ പാസ്സാകാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹൗ ഹി ക്യാൻ പാസ് ദി എക്സാം എന്നാണ് പറഞ്ഞത്. ഹൗ ക്യാൻ ഹീ പാസ് ദി എക്സാം എന്നല്ല. വ്യത്യാസം ശരിക്കും മനസ്സിലായല്ലോ? യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് വേർ ദ മണി ഗോസ്. പണം എവിടെ പോകുന്നു എന്ന് നിനക്ക് മനസ്സിലാകില്ല. ഇപ്പം ചോദ്യമായിരുന്നെങ്കിൽ വേർ ഡസ് ദ മണി ഗോ എന്നായേനെ. ഇത് തന്നെ നമുക്കൊന്ന് ടെൻസ് മാറ്റി പിടിക്കാം. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് വേർ ഓൾ ദ മണി വെൻറ്റ്. ഇതിപ്പോൾ പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. നിനക്ക് മനസ്സിലാകില്ല എല്ലാ പണവും എവിടെ പോയി എന്ന്. സാധാരണഗതിയിൽ ചോദ്യരൂപത്തിൽ ചോദിക്കണമെങ്കിൽ വേർ ഡിഡ് ഓൾ ദ മണി ഗോ എന്നാണ് പറയേണ്ടത്. ഇത് ചോദ്യത്തിന് മുമ്പ് നിനക്ക് മനസ്സിലാകില്ല എന്നൊരു പ്രയോഗം ഉള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ വരുന്നത്. പരീക്ഷാക്കാലത്ത് നമ്മൾ സാധാരണയായിട്ട് കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, നീ ഇങ്ങനെ ഇരുന്നാൽ പരീക്ഷ എങ്ങനെ പാസ്സാകും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു വിൽ പാസ് ദി എക്സാം ഇഫ് യു സിറ്റ് ലൈക്ക് ദിസ്. ഹൗ യു വിൽ പാസ് ദി എക്സാം, ഹൗ വിൽ യു പാസ് ദി എക്സാം അല്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.